ഒന്ന് പെട്ടെന്നാവട്ടെ. പൊതിയട്ടെ. ഈ വെണ്ടയ്ക്ക എത്രയാ? 1 കിലോ 40. ഈ വഴിക്കാണല്ലോ പോയത്, കാണുന്നില്ലല്ലോ. നമുക്ക് ശരിക്കും നോക്കണ. നീ ശരിക്കും നോക്ക്. ശരി എന്നാ കാശ്. ഇതാ വൈദേഹിയുടെ അമ്മയല്ലേ? ഇവളെന്താ പരുങ്ങുന്നേ? അത് ചന്ദ്രികയുടെ ചെറുക്കന്മാരാണല്ലോ. ആ, അപ്പൊ അവളവിടുന്ന് ചാടിയതാ. ഇവളെ പിടിച്ച് ചന്ദ്രികയെ ഏൽപ്പിക്കണം. അതെ, എന്തു പറ്റിയതാ? എന്താ ഒരു വെപ്രാളം? ആരാ അവര്? റൗഡികളാണോ പുറകെ കൂടിയേക്കുന്നത്? എന്നാ ചെന്നേ ആ കാറിന്റെ പുറകിൽ ഒതുങ്ങിക്കോ. ആരെങ്കിലും ചോദിച്ചാ ഞാൻ ഇല്ലെന്ന് പറഞ്ഞേക്കാം. ആ, ഓടിക്കോ, വേഗം ചെല്ലേ. വാ, നമുക്ക് അവിടെ ഒന്ന് നോക്കിട്ട് വരാം. വാ. അതേ മുത്തശ്ശി, ഇതിലൊരു സ്ത്രീ പോയായിരുന്ന? ഇങ്ങോട്ടാരും വന്നിട്ടില്ല മക്കളെ. അതേ, ആ കാറിന്റെ പുറകിൽ ഇരിപ്പുണ്ട്, ചെന്ന് പിടിച്ചോ. എടാ, നിങ്ങളിവിടെ നിൽക്ക് കേട്ടാ, ഞാൻ പോയി നോക്കിട്ട് വരാം. ചെല്ലടാ. നിങ്ങൾ രക്ഷപ്പെട്ടോ മാഡം? അതെ മാഡം, കുറെ നാളായാലും നിങ്ങൾ ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടോ? ചെല്ലാൻ നോക്ക്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അതെങ്ങനെയാ അവിടെ ഇല്ലാണ്ടാവുക? അവിടെ ഇരിക്കാനാണല്ലോ പറഞ്ഞത്. എന്നാ മുത്തശ്ശി ഇങ്ങാട് വന്ന് നോക്ക്. വന്നേ, നമുക്ക് പോവാ. ഇവിടെ ഇരിക്കാനാണല്ലോ പറഞ്ഞേ. ചിറകേകുവാൻ വീണ്ടും ഉയരാൻ പാടിയലയാൻ
നാൾ എന്റെ മോൾ എവിടെയായിരുന്നെന്നോ എന്ത് സംഭവിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല. ഇന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്റെ ദൈവമേ. ഞങ്ങളോ അല്ലെങ്കിൽ അവരോ ആരെങ്കിലും ഒരു കൂട്ടരെ ജീവിച്ചിരിക്കുന്നു പറഞ്ഞ അതിനർത്ഥം എന്താ? ഇത്രയും കാലം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നതിന്റെ ഫലമായിട്ട് അമ്മയും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ജീവിക്കാനുള്ള യോഗം എനിക്കില്ലേ? ആരോ ഒരാൾ അകന്നു പോയ ബന്ധം അടുക്കുമെന്ന് പറഞ്ഞപ്പോ എപ്പോഴാ അത് സംഭവിക്കാന്ന് കൊതിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഏത് നേരത്തെ എന്ത് പ്രശ്നം വരുമെന്നറിയാതെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണല്ലോ ഈശ്വര. എന്റെ മോളും കൊച്ചുമോളും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവര് സുരക്ഷിതരായിരുന്ന മാത്രം മതി. അവർക്കൊരാപത്തും ഉണ്ടാവാതെ കാത്തോണേ ദേവി. നീ ആ കിളവിയെ കണ്ടോ? മോൾക്കും കൊച്ചുമോൾക്കും ഒരാപത്തും ഉണ്ടാവരുതെന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക അവര്. പക്ഷെ ആ കിളവി ജീവിച്ചിരുന്ന നമ്മളായിരിക്കും കാലപുരിക്ക് പോകേണ്ടി വരുന്നത്. അമ്മയുടെ സ്നേഹമല്ലേ, മകള് ജീവിച്ചിരുന്നാ മതി, സ്വന്തം ജീവൻ പോയാലും സാരമില്ലെന്നൊരു വിചാരം ഉണ്ടാവും. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ആ കിളവി ഒറ്റയ്ക്കല്ലല്ലോ പോവാ, നമ്മളെയും കൂടി അങ്ങ് കൊണ്ടുപോയില്ലേ? അങ്ങനെയാണല്ലോ വിധിയിലുള്ളത്. എന്തു വിധിയാണോ എന്തോ, ഗുരുക്കള് പറഞ്ഞത് ഓർത്തു കിടന്ന് രാത്രി ഒരു പോള കണ്ണടച്ചില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ വരണേ. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നു. ആ അമ്മയെയും മകളെയും എവിടെ വെച്ച് കണ്ടാലും ശരി, മുകളിലേക്ക് പറഞ്ഞു ജയിക്കാൻ. അതിനവരെ കണ്ടുകിട്ടണ്ടേ? അതൊക്കെ കിട്ടും. അവർക്ക് ചീത്തകാലവും നമുക്ക് നല്ല കാലവുമാണെങ്കിൽ അവരെ ഉറപ്പായിട്ടും കിട്ടാതിരിക്കില്ല ഓർമ്മളെ. പറയൂ സുധാര, എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? അതൊക്കെ അറിഞ്ഞു സാറേ. അമ്മയും മോളും ഇപ്പൊ ഒരിടത്ത് തന്നെ ഉണ്ട്. നേരാണോ? എവിടെയുള്ളത്? വേറെ എവിടെ? ആ അമ്പലത്തില്. നിങ്ങൾ പറഞ്ഞത് അവർ രണ്ടുപേരും അമ്മയും മോളും ആണെന്നല്ലേ? പക്ഷേ ഒരു ബന്ധവും ഇല്ലാത്തതുപോലെയാണ്.
രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക് നോക്കി ഇരിക്കുക. അവരങ്ങനെയൊക്കെ തന്നെ ഇരിക്കൂ. അവർക്ക് രണ്ടുപേർക്കും അവരമ്മയും മോളാണെന്നുള്ള സത്യം പോലും അറിയില്ല. അതെന്താ സാറേ? അതൊക്കെ അങ്ങനെയാ. വിവരങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ആദ്യം അവരവിടെ വെച്ചങ്ങ് തീർത്ത് കളഞ്ഞേ. അമ്പലത്തിൽ വെച്ചാ പാപമല്ലേ സാറേ? അങ്ങനെ പാപം പുണ്യൊക്കെ നോക്കാൻ നിന്നാ ഇവിടെ ഞങ്ങൾ ഇല്ലാണ്ടായി തീരും. അവര് രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന ഓരോ ക്ഷണവും മരണം ഞങ്ങളുടെ പുറകെ തന്നെ കൂടിയിരിക്കുക. കൊന്ന് കളഞ്ഞേക്കവരെ. ഓക്കെ സാർ. അല്ല, ഒന്നേ, രണ്ടുപേരെയും ഒരേ സമയത്ത് തീർത്തേക്ക്. ഒരാളെ കൊന്നിട്ട് മറ്റൊരാളെ പിന്നീടാവാന്ന് കരുതിയിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ സാർ. അവരെ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഇനി തിരിച്ചു വിളിക്കും. അങ്ങനെ അവർ രണ്ടുപേരുടെയും കഥ കഴിയാൻ പോകുന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവന് അപകടമൊന്നും ഉണ്ടാവില്ല. വന്നിട്ടുണ്ട് മാഡം. ശരി, ഞാൻ പറയുന്ന കേക്ക്. ആർക്കും ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ ഇരുചെവി അറിയാതെ കാര്യം നടത്തണം. ഓക്കെ മാഡം. ചിലപ്പോൾ ഒരാളായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചായിരിക്കും. അതിന് മാത്രം ഞാൻ ഗ്യാരണ്ടി പറയില്ല. ഒരാള് പോയാൽ മറ്റുള്ളവർക്ക് പേടിയുണ്ടാവും. ആ പേടി മതി ദശരഥ രാമവർമ്മയെ എന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ. എല്ലാരും പോയാ ആ ശാന്താദേവിയും വൈദേഹിയും എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കൊള്ളും. ആസ്തി അതും എനിക്ക് സ്വന്തമായി തീരും. എന്തു നടന്നാലും ഒരുപോലെയാ. കാര്യം നടക്കട്ടെ. അമ്മയും മോളെയും കാണിച്ച് പേടിപ്പിച്ച് ദശരഥ രാമവർമ്മയ്ക്ക് ഒരു പണി കൊടുക്കാന്ന് വെച്ചാ എന്റെ കണ്ണു വെട്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങള് തന്നെ എന്നെ തപ്പി എന്റെ അടുത്തേക്ക് വരുന്നത് എങ്ങനാന്ന് നോക്കിക്കോ. ഇനിയെങ്കിലും എന്റെ മോളെ എവിടെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തന്നൂടെ ദൈവമേ. അമ്മ ഒരു വശത്ത്, മോൾ ഒരു വശത്ത്. ഇയാളാണെങ്കിൽ രണ്ടുപേരെയും ഒരേ സമയത്ത് കൊല്ലണമെന്നും പറയുന്നു. ആദ്യം ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് എത്തിക്കുക വേണ്ടത്. അതിനിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം. അമ്മയും മകളോണെന്ന് ഇവരോടങ്ങ് പറഞ്ഞാലോ? അപ്പൊ രണ്ടുപേരും കണ്ടുമുട്ടില്ലേ? പെട്ടെന്ന് കാര്യം നടക്കുകയും ചെയ്യും. ഗുഡ് ഐഡിയ. അതെ, അവരെ കിട്ടി. നേരാണോ? അവരുടെ മരണവാർത്ത നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞങ്ങ് കേൾക്കാം. അങ്ങനെ നമ്മുടെ ജീവനുള്ള ഭീഷണി മാറിക്കിട്ടി. ആരാത്? അതേ കയറുവാ. നിങ്ങൾക്ക് ആരെ കാണണ്ട്? ടെലിഫോൺ സർവീസ്. ഞങ്ങളതിന് കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ല. ലേറ്റസ്റ്റ് ടെക്നോളജിയാ സാർ. അപ്ഗ്രേഡ് ചെയ്യാവുന്നതാ. മേലേന്ന് ഉത്തരവ് കിട്ടുമ്പോ ഞങ്ങൾ സെൽഫായിട്ട് സർവീസ് എടുക്കും. എന്ത് പറ്റിയടാ? ടെലിഫോൺ റിപ്പയർ ആണെന്ന് പറഞ്ഞേ. ഓഹോ, ഫോൺ റിപ്പയർ ചെയ്യാൻ വന്നതാണോ? അതെ മാഡം. എന്തിനാ എന്തോമേ ഇത്? ആ ലാൻഡ് ലൈൻ ഫോൺ ഇപ്പൊ ആരും തിരിഞ്ഞു നോക്കാറില്ലല്ലോ. റിപ്പയർ ഒന്നും വേണ്ടെന്ന് പറഞ്ഞയച്ചേക്ക്. നീ ഒന്ന് അടങ്ങ് ഊർമിളെ. വീട് തേടി വന്നയാളെ പറഞ്ഞേക്കണോ?
എനിക്ക് ഈ മൊബൈൽ ഫോണിനേക്കാളും ലാൻഡ് ലൈനിൽ വിളിക്കുന്നതാ ഇഷ്ടം. നീ റിപ്പയർ ചെയ്തോടാ കൊച്ചനെ. ആയിക്കോട്ടെ മാഡം. ഇനി എത്ര കാലം ഞാൻ ഈ ശിക്ഷ അനുഭവിക്കണം ഈശ്വര? മാഡം, മാഡം കാണാതായ മാഡത്തിന്റെ അമ്മയെ അന്വേഷിച്ചാണോ നടക്കുന്നത്? അതേലോ, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്റെ അമ്മ ആരാൻ നിങ്ങൾക്കറിയോ? എന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? അതല്ല മാഡം, അപ്പുറത്തെ സൈഡിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അവര് കാണാതായ മോളെ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതാ എനിക്കെന്തോ നിങ്ങളുടെ മുഖം കണ്ടപ്പോ അവരുടെ മകളാവാൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയം തോന്നി. ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അവരിപ്പോ എവിടെയാണെന്നൊന്ന് പറയോ? ഓ, ഞാൻ കാണിച്ചു തരാം. വന്നാട്ടെ, വാ. ആ, വരൂ. ഇതാ അവിടെ ഇരിപ്പുണ്ട്. ജോലി ഇത്ര എളുപ്പമാവുമെന്ന് ഞാൻ കരുതിയില്ല. രണ്ടുപേരെയും ഒറ്റയ്ക്കങ്ങ് തീർക്കണം. വന്നാട്ടെ.